ഹൈ ഡിയേഴ്സ്, നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? മാന്തൾ നാളികേരം അരച്ച കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, തക്കാളി, പിന്നെ മാങ്ങയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളി ആണെങ്കിൽ കുടംപുളി യൂസ് ചെയ്യും. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് നമ്മൾ മാങ്ങ. അപ്പോൾ ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, തക്കാളി എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മാങ്ങ മാത്രം നമ്മൾ അവസാനം ഇടണുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം എന്ന് വെച്ചാൽ നാളികേരം ഒന്ന് ഇതാക്കുമ്പോൾ ഇടണുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ മാങ്ങ പെട്ടെന്ന് ഉടഞ്ഞു പോണ മാങ്ങയാണ്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടിടാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാളികേരം നമുക്ക് ഇതിലാണ് നമ്മൾ ഇപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് അരയ്ക്കണത് കിട്ടും. അപ്പോൾ നാളികേരം എടുത്ത് അരമുറി ഒന്നും ഇല്ല, ഞങ്ങൾക്ക് കുറച്ച് മതി. അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം അരമുറി എടുക്കില്ല, അതിൻ്റെ പകുതി എടുക്കുകയുള്ളൂ. പിന്നെ മുളക് പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ട്, മല്ലിപ്പൊടി ഇട്ടിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ച് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അപ്പോഴേക്കും നമ്മുടെ ഈ ഉപ്പൊക്കെ പിടിച്ച് അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ നാളികേരക്കൂട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മാങ്ങ ഇടാം. അപ്പോൾ മാങ്ങ അധികം കൂടി ഉടയൂല ഇപ്പം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി അതവിടെ കിടന്ന് തിളച്ച് വന്നിട്ട് വേണം, നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മാന്തൽ ഇട്ടാൽ മതി. ഈ കുഞ്ഞുമീങ്ങളാവുമ്പോൾ പെട്ടെന്ന് തുടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞുമീങ്ങൾ ഒന്ന് തിള വന്നതിന് ശേഷം ഇട്ടാൽ മതി. അപ്പോൾ അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാന്തൽ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നാലും നമ്മൾ മുളകിട്ട കറി വെച്ചത് എനിക്ക് ഫേവറേറ്റ് എൻ്റെ മുളകിട്ട കറിയാണ് കേട്ടോ. മാന്തൽ എനിക്ക് മുളകിട്ട കറിയാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് വറവിടാം. അപ്പോൾ ഞാൻ പാത്രം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതിലെന്താ കളറൊന്നും. ഞാൻ മീൻ വറുത്ത പാത്രത്തിൽ തന്നെയാണ് ചുവന്നുള്ളി വറുത്ത് ഇനി അതിലേക്ക് ഇടാൻ പോണത്. അങ്ങനെ ലാസ്റ്റ് മീൻകറി ആയതിന് ശേഷം നമ്മൾ അതും കൂടെ വറവും കൂടി ഒഴിച്ച്. അപ്പോൾ മീൻകറി റെഡിയായി. ട്രൈ ചെയ്ത് നോക്കൂലേ? സപ്പോർട്ട് ചെയ്യൂലേ?